എന്റെ വില്വാദ്രിനാഥ, ആരാ തന്നോട് വിളിച്ചു പറഞ്ഞേ? അഡ്വക്കേറ്റ് ഭാസ്കരൻ ഡൽഹിയിൽ നിന്ന് മുകുന്ദൻ മേന്റെ ഇൻഫർമേഷൻ അത്രേ. അത് കൺഫേം ചെയ്യാൻ ഞാൻ കേരള ഭൂമിയിലേക്ക് വിളിച്ചു. വാർത്ത സത്യം. അപ്പോ വധശിക്ഷ റദ്ദാക്കിയ സ്ഥിതിക്ക് ഇനി ജീവ വരുന്നുണ്ടാവില്ലേ? എന്നാലും പരോളിൽ ഇറക്കാലോ മോനേഷ. ഞാൻ ഭാസ്കരമേനൊന്ന് വിളിക്കട്ടെ, എന്നിട്ട് തിരിച്ചു വിളിക്കാം. ശരി. എന്താ മോനേട്ടാ? പല്ലാവൂർ ദേവനാരായണന്റെ വധശിക്ഷ രാഷ്ട്രപതി റദ്ദാക്കി. താളവാദ്യകലയിലെ ജീനിയസും തായമ്പകയുടെ കുലപതിയുമായ ശ്രീ പല്ലാവൂർ ദേവനാരായണന്റെ വധശിക്ഷ രാഷ്ട്രപതി റദ്ദാക്കി. പ്രമാദമായ ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ 4 വർഷമായി വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്ന ശ്രീ ദേവനാരായണനു വേണ്ടി കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരുടെ പ്രേരണ കൊണ്ട് സമർപ്പിച്ച ദയാഹർജി സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രപതി ഇന്നലെ പ്രത്യേകമിറക്കിയതാണ് ഈ ഉത്തരവ്. രാഷ്ട്രപതിയുടെ ഈ നടപടി സാംസ്കാരിക കേരളം ആവേശപൂർവ്വമാണ് വരവേറ്റത്. എന്റെ ഗുരുവായൂരപ്പ, അച്യുതന്മാരെ വിവരം അറിയിക്കണ്ടേ? പിന്നെ അച്യുതന്മാരെ കടക്കാരെ കൊണ്ട് തോറ്റു. ഞങ്ങളാ. നിങ്ങളായിരുന്നോ? ഞാൻ വിചാരിച്ചു കാശ് കൊടുക്കാനുള്ള ഒരു വല്ലവരും ആയിരിക്കും. അറിഞ്ഞില്ലേ അച്യുതന്മാരെ, ഗുരുവായൂരപ്പം പ്രത്യക്ഷമാവണു. അതിന് നീ ആരാ? കുറൂരമ്മയോ ഗുരുവായൂരപ്പനെ പ്രത്യക്ഷാക്കാൻ? ഇത് കണ്ടോ, ഇവിടെ ദേവേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോണു. വധശിക്ഷ റദ്ദാക്കിയത്രേ. ഏത് കോടതിക്കും മേലെ ഒരു ദൈവം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അച്ഛന്മാരെ? പക്ഷേ പുറത്തിറങ്ങിയാല് പഴയ സ്നേഹം നമ്മളോട് ഉണ്ടാവുന്ന എന്റെ പേടി. അതിന് നമ്മൾ എന്ത് തെറ്റാ ആ മനുഷ്യനോട് ചെയ്ത്? ഈ 4 കൊല്ലത്തിനടിക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയുണ്ടോ ദേവേട്ടനെ? നീ പറഞ്ഞാൽ ഇത്തിരി സത്യമുണ്ട് വാസു. തെറ്റ് തന്നെ നമ്മൾ ചെയ്തത്. ഒരിക്കലും അല്ല അച്ഛന്മാരെ. കാട് കുലുക്കി നടന്ന ആ ഒറ്റക്കൊമ്പൻ ഒരു വാരിക്കുഴി വീണ് പിടയുമ്പോ അത് കണ്ടു നിൽക്കാനുള്ള മനക്കരുത്തില്ലാഞ്ഞിട്ടല്ലേ നമ്മൾ പോവാതിരുന്നത്. എല്ലാ സങ്കടങ്ങളും ചെന്ന് പറഞ്ഞ മാപ്പ് തരാണ്ടിരിക്കില്ല ദേവേട്ടൻ. എന്തിനാ കുട്ടിയെ? എന്റെ കുട്ടി തെറ്റ് ചെയ്തു ഈശ്വരൻ വന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല അമ്മ. ഇനി ഒരിക്കലും ഈ മൂകാംബിയെ കാണാൻ കഴിയുമെന്ന് കരുതിയതല്ല. ഏത് ജന്മാന്തര സുഹൃതം കൊണ്ടാണ് ഈശ്വര വീണ്ടും. കരയണ്ട. 4 കൊല്ലം നിനക്ക് വേണ്ടി കരഞ്ഞു കഴിഞ്ഞവളായി അമ്മ. ദേവ, ഞങ്ങൾ ഇറങ്ങുന്നു. നീ ഇത്തിരി വിശ്രമിക്ക്. വന്ന് കണ്ടോളാം. പിന്നെ വരൂ. നിന്നെ ഓർത്ത് നെഞ്ചു പൊട്ടിയിട്ട് കണ്ണടച്ചത്. എന്റെ കുട്ടി എല്ലാത്തിനും പ്രായശ്ചിത്തം ചെയ്യണം. അവള് പോയതോടെ
ഈ വീട്ടിലെ വിളക്ക് കിട്ടും. നീ എന്തെങ്കിലും ഒന്ന് മിണ്ടന്റെ അപ്പുവേ. എത്ര കാലം കൂടിയിട്ട് കേറി വന്നതാ നീയെ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നോളൂ. മോളത്തെ മുറിയിൽ വിരിച്ചിട്ടുണ്ട്. വേണ്ട, അവിടെ കിടന്നാല് ഓരോന്നോർത്ത് ഉറക്കം കിട്ടും. അതിന് നീ ഒന്നും ഓർക്കണ്ട. ഈ കിട്ടിയതൊരു പുനർജന്മമാണെന്ന് അങ്ങോട്ട് ധരിക്കുക. പല്ലാവൂരപ്പൻ ശീവേലി കൊട്ടിക്കൊണ്ടിരിക്കുമ്പോഴാ ആശാൻ തളർന്നു വീണത്. വേണ്ട, മനസ്സൊന്ന് തണുപ്പിക്കട്ടെ എന്റെ കുട്ടി. ഭക്തജനങ്ങളെ
പോയാലോ പൊതുവാളെ പിടിച്ചു കുമാര ഓടും. സത്യം പറഞ്ഞ പൂരം കാണാനോ പഞ്ചാരി മേളം കേൾക്കാനോ അല്ല മലമക്കാവിൽ ആള് കൂടിയത്. പിന്നെ ദേവേട്ടന്റെ ഒരു ശാസ്ത്രം ഉണ്ടല്ലോ. എന്താ ശാസ്ത്രം? അതേനെ ഒരു ടൈം കഴിഞ്ഞാ ഒരു തല്ലി. ആ ശാസ്ത്രം അതായത് ഈ പുട്ടിന് തേങ്ങയിടുന്ന പോലെ ഒരു തായമ്പക ഒരു തല്ല്, ഒരു തായമ്പക ഒരു തല്ല്. ഒന്ന് പോടോ മാരാരെ. തൊഴിലിൽ കള്ളം കാണിക്കുന്നവൻ ആരായിരുന്നാലും ശരി, അവന് മാപ്പ് കൊടുക്കില്ല ദേവനാരായണൻ. തിരിയേഴും തെളിയുന്ന നിലവിളക്കിന് മുമ്പിൽ നിന്ന് സർവേശ്വരന്മാരെയും ധ്യാനിച്ച് ചെണ്ടയെടുത്ത് കൊട്ടാൻ തുടങ്ങിയാൽ കാലിന്റെ പെരുവരിൽ നിന്ന് തുടങ്ങും ഒരു തീപ്പൊരി കത്താൻ. പതികാലം കൊട്ടിക്കഴിഞ്ഞ് കൂറിലേക്ക് കിടക്കുമ്പോ ആ തീപ്പൊരി ഒരു പന്തായിട്ട് നാഭി വഴി നെഞ്ചു വഴി മേലോട്ട് അങ്ങനെ കത്തിക്കയറും. ബ്രഹ്മസമാധി നിർവ്വാണം എന്നൊക്കെ കേട്ടില്ലേ മാരാര്? അതാ സംഭവിക്കുക. ആ നിന്ന നിപ്പ് തന്നെ ഈ ഹൃദയമിടിപ്പിന്റെ തായമ്പക അങ്ങോട്ട് കുട്ടി കലാശിച്ചു പോയാലും അറിയില്ല മാരാരെ ഞാൻ. ഒരു കുപ്പി കൊണ്ട് എടുക്കട്ടെ ദേവേട്ട? വേണ്ട, എനിക്കൊരു പുക മതി. പുക എവിടെ കിട്ടാൻ? വേണ്ട ദേവേട്ട, മതി. പോടാ പോടാ പോടാ. കുമാര, എന്തോ? 2 കുപ്പി നാടൻ വാറ്റും 1 പൊതി കഞ്ചാവും തലയ്ക്ക് പിടിച്ചാൽ അച്യുതണ്ടിൽ നീ ഭൂമി വലിച്ച് പറിച്ചെടുത്ത് പുറങ്കാല് കൊണ്ട് തായമ്പക കൊട്ടും ദേവനാരായണൻ. മനസ്സിലായോ?